കാണാതെ ഉറക്കം വരുന്നില്ല. കുട്ടിനെ കാണാതെ ഉറക്കം വരുന്നില്ല. എപ്പോഴും ഇങ്ങനെ വിളിക്കുത്തരാ. അപ്പോ പെരക്കാര് പറഞ്ഞു, ഉമ്മ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, കുട്ടിനെ കാണാതെ വെച്ച് വെക്കണില്ല മോന്. അപ്പോ പറഞ്ഞു, ഉമ്മ മോനെ കടങ്ങൾ കുറെ ഇല്ലേ, കടങ്ങൾ കുറെ ഇല്ലേ. ഉമ്മാന്റെ കുട്ടി എന്താട്ട് ഒരു 6 മാസം പാട് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പോരുക. ഉമ്മാന്റെ വാക്ക് കേട്ട മോൻ ഇപ്പോഴും ഇങ്ങനെ അങ്ങനെ 6ാമത്തെ മാസം നാട്ടിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് അറ്റാക്കിൽ മരിച്ചു. ജനാസയെ കൊണ്ടുവന്നത് അത് കേട്ടപ്പോണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, ഉമ്മ വിളിച്ചിട്ട് പറയാണ്, ഞാൻ കാരണമാണ് എൻ്റെ കുട്ടിക്ക് അവൻ്റെ മകനൊക്കെ. ഞാൻ കുറെ സമാധാനം, ഉമ്മ വിഷമിക്കല്ല. ഉമ്മമാർക്കൊക്കെ എന്ത് വിഷമമുണ്ട് എന്നെ വിളിക്കും, എന്നോട് സങ്കടം പറയും. മക്കളെ വേദനിപ്പിച്ചാൽ എന്നോട് വിളിച്ചിട്ട് പറയും, എന്ത് വിഷമമുണ്ടെങ്കിലും എൻ്റെ കുട്ടിയാണ്, ഞാൻ എന്തായാലും ചിരിച്ച് വർത്താനം പറഞ്ഞാൽ വിഷമം തീരും. അള്ളാഹു എന്നോ കൽബ് തെറ്റേ, എന്ത് വിഷമമുണ്ടെങ്കിലും എന്നെ വിളിക്കും, ഞാൻ അവരോട് സംസാരിക്കും, കുറെ തമാശകൾ പറയും. എന്നോടും പറയാണ്, ഞാൻ കാരണമാണ് എൻ്റെ കുട്ടിക്ക് ഓൻ്റെ കുട്ടിനെ. ഞാൻ അതൊന്നും അല്ല ഉമ്മ, അത് അള്ളാന്റെ കഥ ആണ്, അള്ളാന്റെ ഖദറാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു പ്രവാസിക്കും അല്ലാഹ് കൊടുക്കാതിരിക്കട്ടെ. ഒരാളെ ജനാലയും പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ അല്ലാഹ് തരാതിരിക്കട്ടെ. അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥ തരാം അല്ലേ. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, എൻ്റെ വീട്ടിലും അങ്ങനെ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന അവരെ മകളെ കെട്ടിച്ച അളിയനാണ്, അങ്ങനെ ആരോ ഒരു. അതുപോലെ തന്നെയാണ് അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ. ആരും ഞങ്ങൾ പ്രവാസികൾ എപ്പോഴും എപ്പോഴും ഓർക്കണം കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു പ്രവാസിയാണ്. നിങ്ങളുടെ സ്ഥലം എവിടെ? കാസർഗോഡ്, കർണാടക ഭാഗത്തല്ലേ? കാസർഗോഡ് കുമ്പള. അള്ളാഹു ആഫിയത്ത് മാറി അള്ളാഹു നൽകട്ടെ. ഒരുപാട് ദൂരത്തുനിന്ന് ഞാൻ ഗൾഫിൽ പോയി എന്നെ കാണാൻ വരും, അവളുടെ ഇഷ്ടമാണത്. ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ 2 മാസം അല്ലേ ആയിട്ടുള്ളൂ. എന്നിട്ട് ഒത്തിരി ഞായറാഴ്ച പോവുക, യാത്ര പറയാണ്. അല്ലാഹു ഇത്ര കാലമായി ജോലി ചെയ്യുന്ന ഒന്നുമില്ല അല്ലേ, ഇത്ര കാലമായി ജോലി ഒന്നുമില്ല, ലക്ഷങ്ങൾ വരുമാനമുണ്ട്. അപ്പോ ഈ പ്രവാസികളെ ഭാര്യമാരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ തരുന്ന പൈസ ഒരു സമ്പാദ്യങ്ങൾ മാറ്റിവെക്കണം. ഒരു ചങ്ങായി ഇപ്പൊ അടുത്ത് ഒന്നിൻ്റെ അടുത്ത് എന്നോട് പറഞ്ഞു, ഞാൻ വലിയ സന്തോഷമാണ്, എന്റെ ഒരു ഭാര്യ ഉണ്ട് എന്നിട്ട് ഇങ്ങനെ കൈ ഒട്ടിയിട്ട്, അള്ളാഹു ഈ ഭാര്യനെ എനിക്ക് ആഹർത്തക്കനെ തരണം എന്നാണ്. ആ ഭാര്യ ആമീൻ പറഞ്ഞു. എങ്ങനെ എന്തെങ്ങനെ ഇത്ര ഭാര്യനെ സ്നേഹിക്കാൻ കാരണം? പണ്ട് ഒരാള് വയല് പറഞ്ഞ സദസ്സിൽ കേട്ടിക്കണം. പണ്ട് ഒരാള് വയല് പറയുന്ന സ്ഥലത്ത് ഭാര്യ എന്തായിട്ട് മൊയിലേക്ക് ഒരു എയ്ത്ത് കൊടുത്തു, ദുനിയാവിലുള്ള പാപ്പള്ളത്തിന്റെ ചാഹത്തിന് കിട്ടുന്നതായിട്ട് ഉസ്താദ് ദ്വാരക്ക്. അപ്പൊ 100 റുപ്യ കൊടുത്തു ദ്വാരക്കാൻ. അപ്പൊ ഈ മാപ്പിള ഓടിപ്പോയി, ഞാൻ 200 തരാം ദ്വാരക്കിൽ ഉസ്താദ് പറഞ്ഞു. എന്താ ദുനിയാവിന് ആൾക്കോട്ട് ഇറങ്ങാറായിക്കണേ, ഞാൻ അവിടെ പോയിട്ട് ഇറങ്ങാറായി. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ് നിങ്ങൾ വിചാരിച്ചത്? ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു പെണ്ണാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ട്, അദ്ദുന്യാ കുല്ലഹാ മതാ. ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു പെണ്ണാണ്. ബിഖൈരി മതാഇദ് ദുനിയാ, ദുനിയാവിലൊരു മനുഷ്യന് വേണ്ടത് അൽ മർഅത്തു സ്വാലിഹാ, സ്വാലിഹത്തായ ഭാര്യ. അപ്പൊ ഇയാള് പറയാണ്, ഈ മേത്തിങ്ങനെ കൊട്ടിയിട്ട്, എന്റെ ഭാര്യ എനിക്ക് ആഹർത്തവും കിട്ടണമെന്ന്. ഈ താത്ത ഉറക്കനാമീൻ എന്തെങ്കിലും ഭയങ്കര സ്നേഹം. വയസ്സൊരുപാട് വയ്ക്കണം, എൻ്റെ ഓർമ്മ 10-50 വയസ്സ് വയ്ക്കുന്നതിനോട് പറയാം, ഞാന് ചെലവിന് വീട്ടിൽ എന്ത് ചെയ്യും, എല്ലാ മാസവും 20,000 രൂപ ഞാൻ എന്താവും അയച്ചു കൊടുക്കും. എന്നിട്ട് അത് അയച്ചു കൊടുക്കും. ഞാനെന്റെ കണക്കൊന്നും ഞാൻ ചോദിക്കലില്ല. ഇപ്പൊ ഞാന് ഗൾഫിൽ വന്നു, ഗൾഫിൽ നിന്ന് ഇപ്പൊ ഞാൻ എന്താ ഒഴിവാക്കി വന്നു. അപ്പൊ ആധാരം ബാങ്കിലാണ്, അതിനൊരു പൈസ വേണം ബാങ്ക്. അപ്പൊ എന്തൊരു സ്ഥലം വിറ്റിട്ട് ഒക്കെ പിന്നെ ആധാരം എടുക്കാന്ന് വിചാരിച്ചത്. ഇവിടെ വന്നപ്പോ പിന്നെ എന്റെ ഭാര്യ എന്റെ കയ്യിൽ 10 ലക്ഷം റുപ്യ കൊടുന്നു. ഇത്ര 10 ലക്ഷം. അപ്പൊ അയാൾ കുത്തുപോയിട്ടിട്ട് വന്നത്. അപ്പൊ എന്താ, 20,000 റുപ്യ ആക്കുമ്പോ
10,000 റുപ്യ എന്ത് ചെയ്യും? മാറ്റി കുറി കൂടും. കുറി കൂടിയിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസയാണ് ആ സഹോദരൻ കരഞ്ഞു പോയി എന്നാണ്. അപ്പൊ മക്കൾക്ക് മീൻ വാങ്ങണത് എന്ത് ചെയ്യും? കുറെയൊക്കെ അഡ്ജസ്റ്റ് ആക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവാസികളെ ഭാര്യമാരെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ പാവങ്ങള് എന്തെങ്കിലും തരുമ്പോ അതിനൊരു സംഖ്യ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കുറി കൂടി പോലെ തിരിച്ചു വരുമ്പോ ഇതാ നിങ്ങൾ അയച്ച പൈസന്ന് ഒരു മിച്ചം ഞാൻ വെച്ച അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അങ്ങനത്തെ കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കാസർഗോട്ടുകാരെ ഭാര്യ ശ്രദ്ധിക്കണം. എന്റെ ഏട്ടന്മാരാണ് അതൊക്കെ പാവങ്ങള്. ഞാൻ ചോദിച്ച എത്ര ശമ്പളം കിട്ടും? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 ലക്ഷം കിട്ടും മാസം. കിട്ടൂലേ? 2 ലക്ഷം രൂപ വരുമാനമുണ്ട്. വീടില്ല. അതാണ് അത് ഒരു പണ്ടുകാരിലും ഒരുപാട് പിരിവും അതും ഇതും ഒക്കെ. പ്രവാസികളെ കായ് കൊണ്ടുവരുമ്പോ ഞാൻ പറിച്ചു വേണ്ടാന്ന് ഞാൻ വാങ്ങില്ല കേട്ടോ. ആ പാവം എനിക്കില്ലേ, ഞാനൊന്നും എന്തില്ല, ഒരു 10 പൈസ ഓലേക്കൊരു ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല. അത് വലിയ പൈസക്കാരനെ എന്റെ മുന്നിലിരിക്കണം. കാസർഗോഡ് വന്നു അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പാവം ഞായറാഴ്ച പോകണം. അല്ലാഹു ആഫിയത്ത് അറിവുള്ള കൊടുക്കട്ടെ. ഇത്തിരി ദൂരത്ത് നിന്നെ കാണാൻ വേണ്ടി വന്നത് അത് സ്നേഹമാണ്. അല്ലാഹു സ്നേഹപ്പൊന്ന് മരിക്കണൊരു അല്ലാഹു നിലനിർത്തട്ടെ. ഞാൻ ഗൾഫിൽ പോയി ഇപ്പൊ കഴിഞ്ഞ മാസം പോയപ്പോ റമളാനിന് അവിടെ ദുബായിലുണ്ടായിരുന്നു. ആ ദുബായിലുള്ള സമയത്ത് എനിക്ക് അത്തർ കൊടുന്നു. അത്തർ മനസ്സിലായല്ലേ? അല്ലാഹു ബർക്കത്ത്. ഞാൻ പൈസ ഞാൻ ഗൾഫിൽ പോയാൽ ആരെയും കാണാത്ത എന്താ അറിയോ, എനിക്കൊരു പൈസ കൊടുന്നേരും. അതിന് എന്തിനാ ഇവിടെ പോയിക്കണേ അറിയോ? അതിൽ കുടുംബം പോറ്റാണ്. നമ്മളവിടെ പോകുമ്പോ നമ്മൾ വലിയ തങ്ങന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ച കൊടുന്ന് തരും. അതൊന്നും എനിക്കും ഇഷ്ടമല്ല. ഞാനങ്ങനെ വാങ്ങിയിട്ടില്ല. എനിക്ക് വേണ്ടേരും. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. ആ പെണ്ണ് നടന്നു തിന്നണ അവര് മലയാളി അല്ല തോന്നുന്നു. എങ്ങനെ ചോറ് കഞ്ഞി അയക്കണോ? പെണ്ണൊരു ഭാഗത്തിരിക്കുക. ഒരു സ്നേഹമില്ലാത്ത സാധനം അവരിക്കും. അവര് നടന്നു തിന്നാണ്. 3 ഫാത്തിഹ കേട്ടോ. 3 ഫാത്തിഹ. 3 ഫാത്തിഹ നമ്മൾ ഓതുകയാണ്. 3 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. ഒന്നാമത്തെ സ്വലാത്ത് നമ്മളെ വിഷമങ്ങൾ മാറാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമുക്കല്ല എന്തൊക്കെ വിഷമങ്ങൾ റബ്ബ് തന്നിട്ടുണ്ടോ എല്ലാ വിഷമങ്ങളും മാറാൻ. 2ാമത്തെ സ്വലാത്ത് റബ്ബേ ഞങ്ങളെ രോഗങ്ങൾ മാറാൻ. 2ാമത്തെ രോഗങ്ങളില് ആർക്കാണ് വലിയ ക്യാൻസർ എന്ന് പറയപ്പെടുന്ന പറയാൻ പറ്റുമോ? ഇതൊക്കെ ആർക്കെങ്കിലും പറയാൻ പറ്റും? 3ാമത്തെ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിന്റെ സ്വപ്നത്തിലെ കാരണം അവിടെ പോകണം. ആ പച്ചക്കുപ്പ കണ്ടിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് പറയാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. 3 ഫാത്തിഹ 3 സ്വലാത്തുൽ ഫാത്തിഹ. അത് മതി നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ എന്നെ കാണണ്ട, നിങ്ങൾ പൈക്കോളി തോന്നിട്ട് മനസ്സിലായില്ലേ? നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പൈസ നിങ്ങൾ ചെലവാക്കണ്ട. നിങ്ങൾ നേരെ ഈ 10 മണിക്ക് ഈ സമയത്ത് ഭയങ്കര ഇജാബത്ത്. അപ്പൊ കണ്ടില്ലേ ഇന്ന് സ്വർണം കിട്ടിയത്. ഇന്ന് അതുകൂടെ എത്ര ഫളിലാണ്. അല്ലാഹു ബർക്കത്ത്. 3 ഫാത്തിഹ 3 സ്വലാത്തുൽ ഫാത്തിഹ.